بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വളരെയധികം സ്വാധീനമുള്ള അല്ലെങ്കിൽ അറബി ഉച്ചാരണത്തിൽ തന്നെ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ട ഒരു ഭാഗമാണ് അക്ഷരങ്ങളുടെ സ്വരവിശേഷണങ്ങൾ, സിഫാത്തുൽ ഹുറൂഫ്. സിഫാത്തുകൾ നൽകപ്പെടുമ്പോൾ മാത്രമാണ് അക്ഷരത്തിൻ്റെ ശരിയായ ഉച്ചാരണം സാധ്യമാവുക. ശരിയായ വിധത്തിൽ മൊഴിഞ്ഞുകൊണ്ട് ഓരോ ഹർഫും ഉച്ചരിക്കുവാനും ഖുർആൻ പാരായണം നിർവഹിക്കുവാനും സാധിക്കുക. ഇങ്ങനെ അക്ഷരങ്ങളുടെ സിഫാത്തുകൾ വിപരീതങ്ങൾ പുലർത്തുന്ന 11 സിഫത്തുകളുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അതിൽ ഇദ്ലാഖ് എന്ന സിഫത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇനി അവസാനമായി നമുക്ക് മനസ്സിലാക്കുവാനുള്ള അതിൻ്റെ വിപരീതമായ, ഇദ്ലാഖിൻ്റെ വിപരീതമായ സിഫത്താണ് അൽ ഇസ്മാത്ത്. ഈ ഇദ്ലാഖും ഇസ്മാത്തും, ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതാണ്, ദലഖ് എന്ന് പറഞ്ഞാൽ അറ്റം, അഗ്രം എന്നാണ് അർത്ഥം. ഉദ്ദേശിക്കുന്നത് നാവിൻ്റെയും ചുണ്ടിൻ്റെയും അറ്റം. നാവിൻ്റെ അറ്റത്ത് നിന്ന് വരുന്ന ലാം, നൂൻ, റ എന്നീ അക്ഷരങ്ങളും ചുണ്ടുകളുടെ അറ്റത്ത് നിന്ന് വരുന്ന ഫ, മീം, ബ എന്നീ 3 അക്ഷരങ്ങളുമാണ് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ളത്. 6 എണ്ണം. ഫിറ അല്ലെങ്കിൽ ഫറ മിൻ ലുബ്, ഫറ മിൻ ലുബ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അടുത്ത അതിൻ്റെ വിപരീതമായ സിഫത്തായ ഇസ്മാത്ത് കൂടി പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകുന്നതാണ്. അതായത് ഇസ്മാത്ത് എന്നാൽ ഇദ്ലാഖിൻ്റെ വിപരീതമാണ്. ഭാഷയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മൻഅ്, തടയുക എന്നതാണ്. വഫിൽ ഇസ്തിലാഹ്, സാങ്കേതികമായി മൻഉ ഹുറൂഫിഹി മിൻ അൻ യുബ്ന മിൻഹാ വഹ്ദഹ ഫി കലാമിൽ അറബി കലിമത്തുൻ റുബാഇയ്യത്തുൽ ഉസൂൽ ഔ ഖുമാസിയ്യ. ഇതാണ് ഇതിനുള്ള ഇസ്തിലാഹിയായിട്ടുള്ള വിശദീകരണമായി പണ്ഡിതന്മാർ നൽകുന്നത്. ഹിദായത്തുൽ ഖാരിയുടെ കർത്താവ്, അദ്ദേഹത്തിൻ്റെ ഹിദായത്തുൽ ഖാരിയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതായത് ഇദ്ലാഖിൻ്റെ വിപരീതമായ മറ്റക്ഷരങ്ങൾ സ്വന്തം ചേർന്നുകൊണ്ട് അസ്ലിൽ 4 5 അക്ഷരങ്ങളുള്ള ഒരു പദം അറബി ഭാഷയിൽ വരാതിരിക്കുക എന്നതാകുന്നു സാങ്കേതികമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ഐമൻ സുവൈദ് നൽകിയ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ തജ്വീദിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതോ പരാമർശിക്കപ്പെടേണ്ടതോ ആയ ഒരു വിഷയമല്ല, മറിച്ച് ഇൽമു സർഫിലാണ് ഇതിൻ്റെ സ്ഥാനം എന്ന്. സർഫ് ഭാഷയുടെ അടിസ്ഥാന വ്യാകരണ നിയമത്തിൻ്റെ ഒരു ഭാഗമാണ് ഇൽമു സർഫ്. അവിടെയാണ് ഇത് കൂടുതൽ പരാമർശിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 4 അക്ഷരമുള്ള അല്ലെങ്കിൽ 5 അക്ഷരം അസ്ലിലുള്ള ഒരു അറബി പദം, അതിൽ ഇദ്ലാഖിൻ്റെ ഫറ മിൻ ലുബ് എന്ന 6 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ചേർന്നിട്ടില്ലാത്തതായ ഒരു പദം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങൾ മാത്രം ഉൾക്കൊണ്ട 4 5 ഹർഫുകൾ അടങ്ങിയ ഒരു പദം വരിക എന്നതിനെ തടയലാണ് ഇസ്മാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് സാങ്കേതികമായി അതിന് വിശദീകരണം നൽകപ്പെടുന്നത്. എന്നാൽ തജ്വീദിൽ അതിന് എന്ത് സ്ഥാനമാണുള്ളത്? തജ്വീദ് എന്ന് പറഞ്ഞാൽ ഉച്ചാരണവുമായി ബന്ധപ്പെട്ട വിശദീകരണ കാര്യങ്ങളല്ലയോ? എന്നാൽ ഇത് ഇൽമു സർഫിൽ പറയേണ്ടതല്ലേ എന്നാണ് പറയുന്നത്. ഉദാഹരണം
നമുക്കറിയാം ഏതെങ്കിലും ഒരു 4-5 അക്ഷരങ്ങൾ അടങ്ങിയതായ അസ്ലിലുള്ള ഒരു പദം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊക്കെയും ഇദ്ലാഖിൻ്റെ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പറ. ഖസ്വറ അല്ലേ, ഫറത്ത് മിൻ ഖസ്വറ, ഖസ്വറ എന്നൊരു പദം, അതിൽ റാ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ അസ്ലിൽ 4-5 അക്ഷരങ്ങളുള്ള പദങ്ങളിലൊക്കെയും ഇദ്ലാഖിൻ്റെ ഹർഫുകൾ ഉണ്ടാകും. ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങൾ മാത്രം അതിൽ വരിക എന്നതിനെ തടയലാണ് ഇസ്മാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇതിന് വിരുദ്ധമായ ഒരു പദമായി അസ്ജദ് എന്നൊരു പദവും പറയുന്നുണ്ട്. ആ പദമാകട്ടെ അസ്ലിൽ അറബിയല്ല, സ്വർണത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണ് അസ്ജദ്. അത് അനറബി ഭാഷയിൽ നിന്ന് കടന്നു വന്നതാണ് എന്നും പറയുന്നു. ഇതൊക്കെയും എന്തിന് തജ്വീദിൽ ചർച്ച ചെയ്യണം എന്നാണ് ഐമൻ സുവൈദിൻ്റെ ചോദ്യം. ഏതായിരുന്നാലും പണ്ഡിതന്മാർ ഈ സിഫത്തുകളെ എണ്ണിയിട്ടുണ്ട് എന്നത് മാത്രമാണ് നമുക്ക് ഈ വിഷയകമായി മനസ്സിലാക്കേണ്ടത്. ബാക്കി സിഫത്തുകളൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇതോടുകൂടി വിപരീതങ്ങൾ ആയിട്ടുള്ള സിഫത്തുകളെ കുറിച്ചുള്ള വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വൈപരീത്യം പുലർത്താത്തതായ മറ്റു സിഫത്തുകളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. ബാറക്കല്ലാഹ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാം